തിന്നാൻ വേണ്ടിട്ടൊന്ന് മേടിച്ചു. വിമാനത്തിൽ പോവാന്ന് വെച്ചാല് അതൊരാഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. ഹായ്, ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. സ്വാഗതം 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 അച്ഛാ, സ്വാഗതം. നാളെ പുറത്ത് പോകുന്നുണ്ട്, ഒരു യാത്ര പോകുന്നുണ്ട്. എടുത്തേക്ക് പറയൂ. തായ്ലാൻഡിലേക്ക് നമ്മളൊരു യാത്ര പോകുന്നത്. കുറേ നാളെ, ഒരു വർഷം മുന്നേ ഇങ്ങനെ പോകണമെന്നൊരു യാത്ര വിചാരിച്ചിരുന്നു. അന്നേരം നടന്നില്ല. അത് എങ്ങനെ പിന്നെ അത് ദുബായിലേക്കാണ് പോകാൻ പറ്റിയത്. അങ്ങനെ പോയി. അപ്പോൾ ഇപ്രാവശ്യം കുറേ കാലമായി നമ്മളെ ഒരു അടുത്ത സുഹൃത്തിനായിട്ടുള്ള ആളിനെ തിരുവനന്തപുരത്ത് ശരത്ത് പോകുന്നൊരു ടൂറിസം ഇങ്ങനെ ഈ ട്രാവൽസും പരിപാടിയില്ല. അപ്പോൾ പുള്ളി വിളിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആയിട്ട് പോകാം നമുക്ക് ഒരുമിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറോട് ചോദിച്ച് വാവേനെല്ലാം കൂട്ടിയിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഡോക്ടർ കുഴപ്പമില്ല പോവാ പറഞ്ഞിന്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് ഒരുങ്ങി. അപ്പോൾ യാത്ര പോകാൻ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ എല്ലാവരും തന്നെയാണ് വിളിച്ചത്. ശരത്തുവോ അനുട്ടീനെയും എല്ലാവരെയും വിളിച്ചിട്ട് എല്ലാവരെയും വിളിച്ചത്. പക്ഷെ നമുക്ക് അനുട്ടീനും പിന്നെ അച്ഛൻ അങ്ങനെ വിടില്ല. ഞാൻ പിന്നെ പോയാൽ എന്തായാലും ആൾ ചോദിക്കും എന്താന്ന്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ദുബായി പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഓക്കെ ക്ലാസ് ഇങ്ങനെ എക്സാം എന്നെല്ലാം പറയണ്ടാവും. ദുബായി പോവാതിലൊക്കെ വിഷമില്ല. അപ്പാടന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് നീ കൂട്ടിയിട്ടൊന്ന് പോയി. അതാ വിഷമം തീർക്കാൻ വേണ്ടി ഞാൻ പോയതാണ്. അല്ല, ഓക്ക് പ്ലെയിനിൽ കയറണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതങ്ങനെ തിരുവനന്തപുരത്തേക്ക് അതും തീർത്തു. ഇപ്പം തായ്ലാൻഡിൽ പോകുമ്പോൾ പോകാൻ പറ്റൂല എന്ന് ഇവക്ക് ഓൾറെഡി അറിയാം. അപ്പൊക്ക് മാവന് എവിടെയോ പോകാനുണ്ട്. അല്ല, ഒരു ബാംഗ്ലൂരേക്ക് ഒരു ഇത് വന്നു, ഒരു കോളേജ് പരിചയപ്പെടുത്താനാണ്. അപ്പൊ ഞാൻ പോകുന്നില്ല എന്നല്ല ആദ്യം വിചാരിച്ച. പക്ഷെ പുള്ളി അവർ നല്ല പരിചയമാണ്, നല്ല കോളേജാണ്. അപ്പോൾ കോളേജിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, നല്ല ഇതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു യാത്ര എല്ലാവർക്കും ആയിക്കോട്ടെ വെച്ചാൽ അങ്ങനെ രണ്ടോട്ടും പ്ലെയിനിൽ കയറി. നിങ്ങൾ രണ്ടോട്ടം കയറാൻ പോകലുള്ളൂ എല്ലാവരും. അപ്പം നമ്മൾ ഇതിനിടയ്ക്ക് ഒരു ഇങ്ങനെ അച്ഛൻ വിട്ടില്ലാന്ന് പറയുമ്പോൾ കുറേ പേര് അച്ഛൻ ഇങ്ങനെ എന്താ അങ്ങനെയാണല്ലോ ചോദിച്ചത്. പക്ഷേ അങ്ങനെ യാത്ര പോകുന്ന ഇഷ്ടമല്ല. നമ്മൾ തന്നെ ഇപ്പൊ ടൂർ ഇങ്ങനെ കുടുംബശ്രീ അങ്ങനെയായിട്ട് ടൂർ പോകുന്നെങ്കിൽ വേഗം പോയിട്ട് വരുമല്ലോ. ഇതിപ്പോ 2-3 ദിവസം ഒന്നും ഇവിടെ കാണാണ്ട അച്ഛൻ നിൽക്കാനില്ല. അതാണ് മെയിൻ ആയിട്ട്. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു ദിവസം നമ്മൾ ഇവിടെ പോയ സമയത്ത് അതിനോട് കൂട്ടായിട്ട് കുറെ പേര് ചോദിച്ചിരുന്നു അച്ഛൻ എന്നാ വിടാതെ, സ്ട്രിക്റ്റ് ആണോ എന്നാലും ചോദിച്ചിരുന്നു. അപ്പോൾ ഓരോരോ ആയിട്ടുള്ള ഇതല്ലേ നമുക്ക് പറയാൻ കഴിയില്ല. അതിൻ്റെ അകത്ത് ഞാൻ ഇവള് കൂടെ വരാൻ വേണ്ടിയിട്ട് മാക്സിമം എന്നെ കൊണ്ടാകുന്ന തരത്തിലെല്ലാം ഞാൻ ട്രൈ ചെയ്തു. എല്ലാ സാധനങ്ങളെല്ലാം ഒരുക്കി. അവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതിനോട്ടിനെ കൂട്ടണമെന്നില്ല, അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അവരെ എല്ലാവരെയും കൂട്ടിയിട്ട് തന്നെ അവരെല്ലാ കാര്യങ്ങളും ചെയ്തേട്ടാ. പക്ഷേ എങ്കിൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമുക്ക് എന്തായാലും ഫാദറിങ് എല്ലാവരെയും ഇതില്ലാണ്ട് അവർ കൂട്ടാൻ പറ്റില്ല എന്നുള്ളത് അവർക്കും അറിയാം, നമുക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഈ പ്രശ്നം കൂട്ടാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഒരു വിഷമം ഉണ്ടാകുന്ന വെച്ചാൽ അതിനോട് ഞാൻ 2 ദിവസം മുന്നേ പഠിക്കാനും കൂടി തായ്ലാൻഡിലേക്കെല്ലാം പോകുന്നു പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു വിഷമം തീർക്കാൻ വേണ്ടി ഞാൻ 2 ദിവസം മുന്നേ ഫ്ലൈറ്റ് പോയേട്ടാ യാത്ര പോയി. എൻ്റെ വീഡിയോ നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇടാം. യാത്ര പോയതാ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഞാൻ 2ാമത്തെ പ്രാവശ്യമായിട്ടാ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് ബാംഗ്ലൂരിലേക്കും പോകുന്നത്. അപ്പൊ എന്തായാലും 2ാമത്തെ പ്രാവശ്യം അവന്റെ ഒപ്പം ഞാട്ടോ. നമ്മളങ്ങനെ എയർപോർട്ടിന്റെ അടുത്ത് എത്തിട്ടാ. രസം വേക്കാം നമുക്ക്. സൂര്യന് അടിപൊളിയായിട്ടാ. അവിടെ തന്നെയാണ് 6:30 മാവേന്റെ പാൽ കുടിക്കലിന് എല്ലാവരും മേച്ചാക്കിയതാണ് ഈ കുപ്പായം. ഒന്നുമില്ല, 2 ചെറിയ ബാഗ് എടുത്തിട്ടോ. ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഉള്ളിൽ കയറി. എന്താ ടിക്കറ്റ് കിട്ടിയിട്ടില്ല, സന്തോഷത്തിലാണ് നോട്ടിയുള്ളത്. അതെ, ഫ്ലൈറ്റ് അടിയില്ല കേട്ടോ. ഈ വിമാനത്താവളത്തിന്റെ ഉള്ളിൽ പോയാൽ എങ്ങോട്ടാ പോണ്ടേ വരണത് നിങ്ങൾക്ക് അറിയാം? ഒന്നും വൃത്തിയില്ല. അങ്ങനെ പോയവർക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പൊ എന്റെ അനുവിനെല്ലാം വെച്ചാൽ 2 പോയതുകൊണ്ട് ഏലേ കൂടെ ഒന്ന് വിമാനത്തിനടുത്തേക്ക് പോണ്ടേ. അല്ല, എന്നാലും ടെൻഷനാണ്. നമ്മളിപ്പം ബാംഗ്ലൂർ പോയപ്പോ വേറെ സ്ഥലത്ത് ആദ്യമായിട്ട് പോകുന്ന സ്ഥലത്താ. അപ്പൊ എവിടെയായി ചെക്ക് ചെയ്യുക, ഇതെല്ലാം ടെൻഷനാണ് കയറുന്ന വരാം. അതൊന്നുമില്ല, അതിലെ പോയി നമുക്ക് ഒരിക്കൽ പോകുമ്പോ എല്ലാം സെറ്റാവുന്നേ. നീ വിഷമിക്കണ്ട, അല്ല ഞാനില്ലേ സെറ്റാക്കാന്ന്. ഇതുവരെ പോവാത്തി ഇവിടെ പറയുന്നത് സെറ്റാക്കാൻ കോൺഫിഡൻസ് ഒരിക്കലും കളഞ്ഞു വിളിക്കാൻ ഞാൻ തയ്യാറില്ല. കഴിഞ്ഞ പ്രാവശ്യം ദുബായിൽ പോകുമ്പോൾ അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് കൂട്ടിപ്പോയി. ഇപ്പോൾ ബാംഗ്ലൂർ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒരുമിച്ചിട്ട് അധികം വന്ന് അടുത്ത് കോളേജിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അനുട്ടീൻ്റെ അല്ല കേട്ടോ, വലിയ കോളേജിൻ്റെ ആണ്. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളവിടെ ഉണ്ട്. അപ്പോൾ കോളേജിൻ്റെ കാര്യങ്ങളൊന്ന് ചാനൽ വഴി ഒന്ന് പുറത്തേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ വിളിച്ചാണ്. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ ഇവിടെ നമ്മൾ കയറി അടുത്തുമ്പോൾ തന്നെ അവരവിടെ നമുക്ക് കൂട്ടാനെല്ലാം വരും. അപ്പോൾ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ
അവന്റെ 14 നമ്മള് തിന്നാൻ വേണ്ടിട്ടൊന്ന് മേടിച്ചില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് 2 കേക്ക് എടുത്തിട്ട് ആർക്കും തരില്ല. പാട്ടെല്ലാം വെച്ച് വിമാനത്തിൽ പോവാന്ന് വെച്ചാല് അതൊരാഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെങ്കില് എനിക്കിതുവരെ പോവാൻ പറ്റിയില്ല. എന്തായാലും എൻ്റെ ആങ്ങളെ കൂട്ടി പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്നാന്ന് വെച്ചാല് ഞാനിങ്ങനെ ഓരോരുത്തരും ചിന്തിക്കലുണ്ട്, വിമാനം പൊന്തുമ്പോ ചെയ്യാൻ നമ്മള് പൊന്തി കഴിഞ്ഞാ പിന്നെ ഒന്നും നമ്മൾ ചെയ്യണ്ട, അവര് ചെയ്തോളൂ എല്ലാം. നമ്മള് ഈ പോന്നവരെ വിചാരിക്കുക എങ്ങനെയാള് നമ്മൾ കേറിയിട്ട് മേലോട്ട് ശേഷം വിമാനമൊക്കെ ഇറങ്ങി പൊന്തിയാല് നമ്മൾ ഒന്നും ചിന്തിക്കൂല. അത് നിങ്ങൾ പോയതുകൊണ്ട് തോന്നുന്നു. അങ്ങനെ അമ്മ പോയിട്ട് കണ്ടു. അത് നിങ്ങൾ അങ്ങനെ പോയതുകൊണ്ട് തോന്നുന്നു. എന്തായാലും വിമാനത്തിൽ കയറി വന്നിട്ടാ വന്നാലും നമുക്കൊരു വിമാനത്തിൽ എന്തായാലും ഞാൻ ഒന്ന് കേറി. അത് പൊന്തിരാൻ പോലും എന്റെ അമ്മേ ഞാൻ അങ്ങനെയൊന്നും വിളിക്കൂല. ഒന്നും വിളിക്കുണ്ടാവല്ലോ, ബോധം കിട്ടുന്നത്. आपके लिए रेलवे एक सुरक्षा सूचना अलार्म और संचार गाइड उपलब्ध है. धन्यवाद. Ladies and gentlemen, boys and girls, we extend a warm welcome to our Indigo Blue Chip members aboard. ചായ ഒന്നും കുടിച്ചില്ല. നമ്മൾ ബാംഗ്ലൂർ എത്തിയാകുമ്പോൾ ചായ കുടിക്കുക. ഇതിലിടക്ക് നമുക്ക് ഈ കേക്ക് തന്നിട്ട് സമാധാനിക്കാം. നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇറങ്ങി കേട്ടാ. ആ ബസ്സിലേക്ക് പോകണ്ടേ കേട്ടോ നമുക്ക്. സാർ നമ്മൾ നാട്ടിൽ തന്നെയല്ലേ, പൈലറ്റാണ്. നമ്മള് സംസാരിച്ചു. ഏത് ഫ്ലൈറ്റില്ല ബാംഗ്ലൂർ? ഇവിടുന്ന് സിലിഗുരി. ഇവിടെ തന്നെ പോവാ? അവിടെ നാട്ടിൽ കറക്റ്റ് വരുന്ന പാനൂരല്ലേ? പാനൂര്. നമ്മളങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തിന്നട്ടാ. നമ്മളെ സ്വന്തം പൈലറ്റ് പ്രണവ് റോഡി ഉണ്ട്. രണ്ട് പുള്ളിക്കാരൻ്റെ ഓരോ കഥയിലമറ്റ് അങ്ങനെ പോക്കാണ്. ശരിക്കും ഞെട്ടിച്ചല്ലേ ഞാൻ ആദ്യമായിട്ട് നമ്മളിങ്ങനെ വിമാനം ഓടിക്കുന്ന ആളപ്പുറം വിഷയം പറയാൻ പറ്റുന്നേട്ടാ. ഏയ് അല്ല, നമുക്ക് ഇതിന്റെ കാര്യങ്ങളെല്ലാം ഒന്നും അറിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ പണ്ട് ബസ് ഓടിച്ചിട്ടുണ്ടല്ലേ? ഓടിക്കുന്നുണ്ട്. ഓ, ബസ് ഡ്രൈവറും കൂടിയാണ് കേട്ടാ. ഭയങ്കര സന്തോഷം. വണ്ടി അവർ കൂട്ടാൻ വരും. ഇവരില്ലേ നമ്മളിത് കുറേ അന്വേഷിച്ചിട്ട് പോകേണ്ടി വരും. നമുക്ക് തിരിയാൻ ചെയ്യില്ല. അങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ടിന്റെ പുറത്തിറങ്ങി കേട്ടോ നമ്മള്. അപ്പൊ താങ്ക് യു ബ്രോ. ഓക്കെ, കാണാം. ഓക്കെ, ശരി. നമ്മളവർ പുറത്തേരെ കൊണ്ടാക്കിയേട്ടാ. ഹായ് ഹായ് ഹായ്. നിങ്ങ പേര്? ഹായ്. ഹലോ, വെൽക്കം. റെസിപ്പിനെ ഞാൻ പരിചയപ്പെടുത്തില്ല, എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? ശരി ശരി ശരി. ഹായ് ഷായ് ബ്രോ. ഇത് നമ്മൾ ചങ്ങായി ഷായ് ബ്രോ. നമ്മൾ കൂട്ടാൻ വേണ്ടി വന്നു. നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക്? ഇന്നലെ രാത്രി. ഷായ് ബ്രോ മലപ്പുറത്താണ്. അതുപോലെ തന്നെ റെസിപ്പിന്റെ ഞങ്ങൾ ഇന്നലെ രാത്രി മൈസൂർ വഴിയൊക്കെയാണ് വന്നത്. കൂടല്ലൂർ, മൈസൂർ. അങ്ങനെ വന്നല്ലേ? നമ്മളതിലൂടെ തന്നെ വന്നേ? മാനിനെയും മയിലിനെയും എല്ലാത്തിനെയും കണ്ടു. നമ്മളതിലൂടെ തന്നെ നിങ്ങൾ വന്നത്. ഇത് അനിയത്തി, ഇത് എന്റെ സിസ്റ്റർ. ഹായ്. ഓക്കെ. ഇപ്പുറത്തിരിക്കുന്ന ഇപ്പുറത്തിരിക്കുന്നത് ഏതോ ഒരു സുന്ദരിക്കുട്ടി. മേലോട്ടേക്ക് പോയിട്ടാ. അപ്പൊ അങ്ങനെ നമ്മള് ബാംഗ്ലൂർ കൂട്ട ഷാഹിദിന്റെ കോളേജിലേക്ക് വന്ന്. ഷാഹിദും റസ്മിനും ഇവിടെ ശരിക്കും
ഞങ്ങള് കോളേജിന്റെ കൺസൾട്ടന്റ് ആയിട്ടാണ്. അപ്പോൾ ഇവരെ ആണ് വിളിച്ചത് നമ്മൾ ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഷൈന എനിക്ക് മുമ്പേ അറിയാം, അതുപോലെ തന്നെ ബിഗ് ബോസിന് റസ്ലിനെ അറിയാം. അപ്പോൾ ഇവരിങ്ങോട്ടേക്ക് വിളിച്ചാണ് കോളേജ് ഒന്ന് പരിചയപ്പെടുത്തുന്ന പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മളിന്ന് വൈകുന്നേരം തന്നെ അങ്ങോട്ടേക്ക് മടങ്ങും. ഇനിയിപ്പോൾ നമ്മൾ കോളേജിലേക്ക് പോകുന്നത് അങ്ങനെ വന്ന് നമ്മൾ അങ്ങനെ രാവിലെ ഇറങ്ങി പോകുന്നുണ്ട്. ചായ ഒന്നും കുടിച്ചില്ല. ചായ കുടിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലോ സ്ഥലത്ത് തപ്പുന്നുണ്ട്. മസാല ദോശ ഇവിടെ ഒരു കോംബോ വന്നിട്ടോ മനുഷ്യന്. ഇത് പറയുമ്പോൾ ഞാൻ വെച്ച് ഇത് രണ്ടെല്ലാം ഉണ്ടാവാന്ന് വെച്ചത് എന്തെല്ലോ കൊണ്ടുവന്നിട്ടുണ്ട്. കറിയുണ്ട്, ഇത് മധുരത്തിലാന്ന് തോന്നുന്നു. നിന്റെ ഹോട്ടലിലെ ഫുഡൊന്നും ചക്കേൻ്റെ അടുത്ത് എത്തൂലേ. എത്ര തിന്നാലും ചക്കന്ന് പിടിച്ചാക്കിട്ടാ ചക്കന്ന് കേട്ടാ. അപ്പോൾ ഷാഹിദിന്റെ ആചാര്യ ബാംഗ്ലൂർ സ്കൂൾ, ആചാര്യ ബാംഗ്ലൂർ സ്കൂൾ ഷാഹിദിന്റെ കോളേജിലെത്തിയിട്ടുണ്ട്. നമ്മൾ കോളേജിനുള്ളിലേക്ക് പോകുന്നു. വലിയ കോളേജ് കേട്ടാ, നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ദിവസം കോളേജിൽ പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇതുപോലത്തെ കാര്യത്തിനൊക്കെ മതിയല്ലോ, വരാൻ പറ്റിയല്ലോ. ഞാനും അത്യാവശ്യം നല്ല അടിപൊളി കോളേജിലാണ് പഠിച്ചത്. അതെ, ഇത് കൊള്ളാം, ഈ ക്യാമ്പസ് കൊള്ളാം. കോളേജിലെല്ലാം പോയി പഠിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ SLC തോറ്റാൽ പിന്നെ പഠിക്കാൻ കഴിയില്ല. പിന്നെ നമ്മളെ കോളേജിലേക്ക് കയറുന്ന എങ്ങനെയാ? എന്ത് കോളേജാണ്? പ്ലസ് 1 കയറണത്ര അതിന് മുന്നേ കോളേജിൽ കയറാൻ പറ്റി. അതന്നെ എന്താ ഉള്ള മുന്നിലെല്ലാം നോക്കാം. റിസൾട്ടൊക്കെ നന്നായിരുന്നു, വിശ്വസിച്ച് പറയണേ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എന്നാലും ഇതിന്റെ ഈ വീഡിയോസിന്റെ ഇടയിലൊക്കെ ഇത്ര നന്നായി പഠിച്ചില്ല. വിളിക്കട്ടോ, ഞാൻ റിസൾട്ട് കണ്ടായിരുന്നു, ഞാൻ ലൈവ് ഇത് കണ്ടായിരുന്നു നിങ്ങളുടെ വീഡിയോസ് ലാസ്റ്റ് അപ്ലോഡ് ചെയ്തതല്ലേ. ഇത് എന്റെ മാമാണ്. ടീച്ചർ ആദ്യം നമ്മൾ തിരിച്ചറിഞ്ഞേട്ടാ. അതെ, നമ്മൾ സ്ഥിരം കാണാറുള്ളതല്ലേ. എവിടെയാണ് വീട് വരുക? ഞങ്ങൾ ഉടുപ്പി പക്ഷേ ജോബിന് വേണ്ടി ഇവിടെ നിൽക്കുന്നു, ബാംഗ്ലൂർ. കോളേജിന്റെ അടുത്ത് തന്നെയാണ്. നമ്മൾ ഈ കോളേജിന്റെ ഒന്ന് എല്ലാം പുറത്തൊന്ന് പറയാൻ ഞാനിവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു മൂന്നാമത്തെ വർഷം. ഞാൻ LLB കോഴ്സിനാണ് പഠിപ്പിക്കുന്നത്. BB LLB ആണ്. ഇപ്പോൾ LLB കോഴ്സും കൂടെ വരാൻ പോകുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഒരു ഇതിലാണ്. നാട്ടിൽ ആലപ്പുഴയാണല്ലേ? എന്തായാലും ഇവിടെ കണ്ടുപിടിച്ചതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച് വന്നതിന്. താങ്ക് യു സോ മച്ച്. എല്ലാ ഷോർട്ട് വീഡിയോസ് സുഖമായിരിക്കും. അമ്മേനൊക്കെ അന്വേഷണം പറയണേ. ഞങ്ങൾ 2 വയനാട്, അത് കോഴിക്കോട്, ഇത് 2 ഇടുക്കി, ആലപ്പുഴ. എവിടെ പോയാലും നമ്മളിപ്പോൾ ടൂറിലും കുട്ടികളെയും കൂട്ടി ടൂറിലും പോയാലും ടീച്ചറെ, അപ്പോൾ നമ്മൾ കോളേജിൽ പോവാണ്ട് തന്നെ ടീച്ചറായില്ലേ. എത്ര ആൾ കൂട്ടത്തില് സത്യോ? അതെ, എനിക്കും കോളേജിൽ പോകാൻ പറ്റില്ല. പ്ലസ് 2 വരെ പോകാൻ പറ്റില്ല. എന്റെ ലുക്കിൽ എത്രയോ ആളെ എന്നെ ടീച്ചറെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഒന്നും അതിലപ്പുറം വേണ്ടേ. ചേച്ചി ടീച്ചറായിട്ടൊരു വീഡിയോ എടുക്കുന്നത് ഞാൻ. എന്റെ ചേച്ചി ടീച്ചറോ തെറിച്ച ടീച്ചർ മൊത്തം കോളാക്കി വെക്കുന്നത്. അംഗൻവാടിയിൽ ഹെൽപ്പറായിട്ട് ടീച്ചറായിട്ടുള്ള കൊണ്ടേ കേട്ടോ. അപ്പൊ എന്റെ ആ കുഞ്ഞുമക്കളും എന്നെ ടീച്ചറെ വിളിക്കല്. അതിൽ ഞാൻ സന്തോഷിച്ചു. അല്ല പിന്നെ അല്ല പിന്നെ അപ്പോൾ നമ്മൾ ഈ കോളേജിന്റെ എല്ലാ ഭാഗത്തും വന്നു കേട്ടാ. ഇങ്ങനെ കറങ്ങി കൊറേ ഉണ്ട് കാണാൻ. ഒന്നും പറയാൻ കഴിയുന്നില്ല കേട്ടാ. എന്താ അങ്ങനെ നമ്മൾ ഈ കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുള്ളത്. ശരിക്കും ഒരു സിനിമ ടാക്കീസിലുണ്ട് കേട്ടാ അല്ലേ, വലിയ സ്ക്രീനും. ഫുൾ കറങ്ങി കേട്ടാ നമ്മള് കോളേജിന്റെ എല്ലാവരും നടന്ന് കാലിൽ ഉപ്പാട് കഴിഞ്ഞല്ലേ റസ്മിൻ? ഒരുപാട് നടക്കാനുണ്ടല്ലേ. ഇങ്ങനെ നമ്മൾ ഈ കോളേജ് പുറത്ത് നോക്കുന്നതല്ല, ഒരുപാട് സ്പേസ് ഉണ്ട്. വോളിബോള്, ക്രിക്കറ്റ്, ഫുട്ബോൾ ഗ്രൗണ്ടിലും ഉണ്ട്. അപ്പുറം നമ്മൾ കുറേ നടന്നു കേട്ടോ. നമുക്ക് എല്ലാം വീഡിയോ എടുക്കാൻ പറ്റില്ല, നമ്മൾ ഷോർട്ട് സൈഡ് എടുക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഈ കോളേജ് മുഴുവൻ നടന്ന് റീൽസും കാര്യമെല്ലാം എടുത്തു. ബ്രോ, അപ്പോൾ നമ്മളെ എഡിറ്റ് എല്ലാവർക്കും അറിയാൻ വേണ്ടി ഈ കോളേജ് ശരിക്കും എന്തെല്ലാം പഠിപ്പിക്കുന്നത്? അപ്പോൾ നമ്മുടെ കോളേജിൽ BBA ഏവിയേഷൻ ലോജിസ്റ്റിക്സ്, BCom ACCA,
പിന്നെ BCA കൂടെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആഡ് ഓൺ പ്രോഗ്രാംസ് ആണ് നമുക്ക് നമ്മുടെ കോളേജിൽ വരുന്നത്. പിന്നെ LLB, MBA കൂടെ തന്നെ PGDM പ്രോഗ്രാം. ഓക്കെ, ഈ കോളേജ് വരുന്നത് ബാംഗ്ലൂരാണ്. കറക്റ്റ് സ്ഥലം എവിടെയാ ബ്രോ? ബാംഗ്ലൂർ യശ്വന്തപുരം അടുത്ത് മഗഡി റോഡിലാണ് നമ്മുടെ കോളേജ് വരുന്നത്. നമ്മളിവിടെ ഇപ്പോൾ നാട്ടിൽ നിന്നുള്ള ഒരു കുട്ടി പഠിക്കാൻ വന്നല്ലേ, എവിടെയാണ് ഒരു താമസവും പരിപാടിയെല്ലാം ഉണ്ടാവുക? ഇവിടെ ഇപ്പോൾ 3 ഫെസിലിറ്റീസ് ഉണ്ട്. ഒന്ന് കോളേജിൻ്റെ തന്നെ ഹോസ്റ്റലുണ്ട്, പിന്നെ ഇവിടെ ഒരുപാട് PG ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ സ്റ്റുഡൻസ് ഇപ്പോൾ കുറച്ചും കൂടെ മെച്യൂർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ അപ്പാർട്ട്മെൻറ്റ് ഫെസിലിറ്റീസ് എടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ കൂടുതലും കോളേജ് ഹോസ്റ്റൽ തന്നെയാണ് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ കുട്ടികൾ കുറേ വീട്ടിലുണ്ടോ? ഒരുപാട് പേര് ഇപ്പോൾ ബ്രോ തന്നെ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ അതുമാത്രം നമ്മളെ കുടുംബാംഗങ്ങളാണ് കുറേ കുട്ടികളുള്ളത്. എല്ലാവരും വന്ന് മിണ്ടിയാട്ടോ, സന്തോഷം. എല്ലാവരും കാണാൻ പറ്റി. ടീച്ചർമാർ അതുപോലെ തന്നെ മൊത്തം കോളേജിൽ കറങ്ങി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കോളേജിൽ ഇതുപോലത്തെ വലിയ കോളേജിൽ അങ്ങനെ വന്നിട്ടില്ല. നമ്മൾ നാട്ടിലുള്ള 1-2 കോളേജിലാണ്. ബാംഗ്ലൂർ ഇടയിൽ ഇങ്ങനെ കോളേജ് കുറേ കുട്ടികൾ പഠിക്കുന്നതെല്ലാം പറയുന്നതെല്ലാം നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. ബ്രോ എങ്ങനെ ശരിക്കും എങ്ങനെ എത്തിപ്പെട്ടെ? ഞാൻ ബാംഗ്ലൂർ തന്നെയാണ് 5-6 വർഷമായിട്ട്. ഞാൻ എഡ്യൂക്കേഷൻ ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സോ എനിക്ക് ക്യാമ്പസിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ക്യാമ്പസായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടും അത്യാവശ്യമായി. സോ പിന്നെ എല്ലാം പോസിറ്റീവാണ്. സ്റ്റുഡൻസിന് എല്ലാവരും ഹാപ്പിയാണ്. അതാണ് മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ ഈ കോളേജിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഞാനിവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യായിരിക്കും. ആവശ്യമുണ്ടെങ്കിൽ വിളിച്ച് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് നിങ്ങളെ ഒരു കാര്യങ്ങളെല്ലാം അഭിപ്രായങ്ങളെല്ലാം നോക്കി നിങ്ങൾ ചേരുക. ഞാനിതൊന്ന് ഇവിടെ വന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. ജസ്മിന നമ്മൾ ബിഗ് ബോസിലെ കണ്ടിട്ടോ, അപ്പോൾ ഡയറക്റ്റ് ഇന്നൊന്നും കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി. നിങ്ങളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ്. ബാംഗ്ലൂരെ കോളേജുകളൊന്നും ശരിക്കും പറഞ്ഞാൽ അറിയില്ല, ദൂരത്തിൽ അറിയില്ല. നിങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ട്രസ്റ്റ്, ഇതിൻ്റെ ഒരു വിശ്വാസം എങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്നത്? എൻ്റെ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഷാഹിദ് ബ്രോ ഒരു 6 കൊല്ലമായിട്ട് ഈ ഒരു മേഖലയിൽ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ഇപ്പോൾ എടുക്കുന്ന കോളേജുകളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി ഇവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ഉൾപ്പെടെയാണെങ്കിലും പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിൻ്റെയൊക്കെ ഫീഡ്ബാക്കൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഓരോ കോളേജുകൾ അപ്രോച്ച് ചെയ്തിട്ട് ലൈക്ക് ആ കോളേജിനെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഷാഹിദ് ബ്രോനോടുള്ളൊരു ട്രസ്റ്റും പിന്നെ ഞാനും ഇപ്പോൾ വന്നു കണ്ടു, എല്ലാം ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ട സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ട് ഡെലിവറിലോണം ചോദിച്ചു. ഒരുപാട് പേര് അങ്ങനെ വന്ന് ചോദിച്ചിട്ടാണ് ഇതാണല്ലേ. നമ്മൾ വന്നപ്പോൾ തന്നെ കുറേ പേരെ കണ്ടു. അപ്പോൾ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്പറും കാര്യമെല്ലാം ഞാൻ ഷാഹിബ്രോൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ വിളിച്ച് അന്വേഷിച്ച് നിങ്ങളതായിട്ടുള്ള അഭിപ്രായത്തിൽ കാര്യങ്ങൾ ചെയ്യുക. കുട്ടികളെല്ലാവരും വന്നു തുടങ്ങി ഇങ്ങേക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ ബാംഗ്ലൂർ വന്നു എന്നിട്ട് ഇവിടെ വരുമ്പോൾ പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്ന് കറങ്ങാൻ. അപ്പോൾ അവളെയും കൂട്ടിയിട്ട് ഇവരെ വണ്ടി ഉണ്ട്. അപ്പോൾ ഒന്ന് ബാംഗ്ലൂരിലും ചുറ്റി കറങ്ങിയിട്ട് നമുക്ക് വരാം. നമ്മൾ ബാംഗ്ലൂർ ടൗണ് കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. മഴ എന്ന് പറഞ്ഞാൽ അമ്മാതിരി മഴ. കെമ്പേഗൌഡ എയർപോർട്ടിന്റെ പേര് തന്നെ അങ്ങനെയാണ്, കെമ്പേഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പോകുമെന്ന്. അപ്പോൾ നാട്ടിലെത്തിരി കാണാം. നാളെ മുതൽ തായ്ലാൻഡിലെ വിശേഷങ്ങളെല്ലാം കാണാം. ഇനി ഒരു വരുന്ന വഴിക്ക് നമുക്ക് മന്നമാട് നമ്മളൊരു യാത്ര ഉണ്ട് കേട്ടോ. കർണാടകം ഭാഗത്തേക്ക് തായ്ലാൻഡിൽ പോകുന്ന നിങ്ങളെക്കാട്ടെ ആസ്വദിക്കുന്നത് നമ്മളായിരിക്കും. ശരിക്കും നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ ഈ വീഡിയോ എടുത്തോട്ടില്ലേ പോവാ. വീഡിയോ എടുക്കുന്ന ഇതെല്ലാം ആക്കുന്ന തിരക്കായിരിക്കും. നമുക്ക് ഇരുന്ന് കാണുമ്പോൾ നമ്മൾ ശരിക്കും പോയ പോലെ ഉണ്ടാവുക. സത്യം എല്ലാ കാഴ്ചകളും എനിക്ക് എങ്ങനെയാണ് കാണിക്കാൻ പറ്റാറില്ല. എന്നാലും എന്നെ കൊണ്ട് ആ നേരത്തിൽ ഞാനത് കാണിക്കുന്നതായിരിക്കും. അമ്മയും എന്നോട് ടീച്ചർ എല്ലാവരും കൂടി ഒരുമിച്ച് പോകണം തന്നെയാണ്. പിന്നെ അതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഞാനും ഉണ്ടല്ലോ മക്കളെ കൂടാന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കലാണ്. അതെ, അതെന്നുവെച്ചാല് അമ്മേനി എല്ലാവരും കൂടെ പോകണം തന്നെയാണ് ആഗ്രഹം കേട്ടാ. അതിൽ ആരും ഒന്നും കുറ്റൊന്നും പറയരുത്. ഏതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അളിയും വീട്ടിലാന്നില്ല, അതുകൊണ്ട് ഒന്ന് വിചാരിക്കുന്നു. ഇഷ്ടംപോലെ സമയം ഉണ്ടല്ലോ പോകാനും. അതുകൊണ്ട് ഞാൻ സമാധാനിക്കുന്നത്. ആവുന്നില്ലേ? അതന്നെ